288 സീറ്റുകൾ മാത്രമുള്ളൊരു നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 212 വ്യക്തമായ ലീഡിലേക്ക് പോകുമ്പോൾ മൂന്നിൽ രണ്ടെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മെസ്സേജ് കൃത്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിപ്പോയ ജനങ്ങളുടെ ഒരു തെറ്റ് അവരത് തിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അതിൽ എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയത്, നോക്കൂ, ശിവസേനയേക്കാൾ 10 സീറ്റിന് പിന്നിൽ, ശിവസേന ഷിൻഡെ വിഭാഗത്തേക്കാൾ 10 സീറ്റിന് പിറകിലാണ് കോൺഗ്രസ്. അവിടെ ഒരു ദേശീയ പാർട്ടിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ഇത്തരം ചില കൂട്ടുകെട്ടുകളിലേക്ക് പോകുമ്പോൾ LCPയിലെ നവാബ് മാലിക്കിനെ പോലെയുള്ള ആളുകളുടെ പ്രചാരണം, അവരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഈ ഉലമ ബോർഡിനെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് മുസ്ലിം സംവരണം എന്ന വിഷയം മുന്നോട്ട് കൊണ്ടുവന്ന് അവിടെ ഈ ഒരു വർഗീയ കാർഡ് ഇറക്കാൻ വലിയ ശ്രമം NCPക്കുള്ളിൽ നിന്ന് നടന്നിരുന്നു. നവാബ് മാലിക്കിനെ പോലെ ആളുകൾ പരസ്യമായി പറഞ്ഞു ഈ വിഷയത്തിൽ BJP എന്തു പറയുന്നു എന്നതിനെ അനുസരിച്ച് വീണ്ടും വർഗീയ കാർഡിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതിനെ വളരെ തന്ത്രപരമായി BJP നേരിട്ടു. ആ നേരിട്ട ഫലമാണ് 212 എന്ന നമ്പറിലേക്ക് BJP സഖ്യത്തിന്റെ ഒരു തേരോട്ടം. ജാർഖണ്ഡ് BJP സഖ്യം 45ലേക്ക്, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും BJPയും ചേർന്ന് നയിക്കുന്ന NDA 45, ഭരണം പിടിച്ച് ഭരണത്തിലിരിക്കുന്ന JMM 34, മറ്റുള്ളവർ 1. വ്യക്തമായ സൂചന കേവല ഭൂരിപക്ഷത്തിലേക്കെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് 81-ൽ 80 സീറ്റിന്റെ ഫലസൂചന വരുമ്പോൾ 45 BJP സഖ്യം മുന്നിൽ, 34 JMM ചുരുങ്ങുന്നു. മഹാരാഷ്ട്ര 212, 288 അംഗ നിയമസഭയിൽ 288ലെയും ഫലസൂചന വരുമ്പോൾ BJP നയിക്കുന്ന മഹായുതി 212, കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡി 66, മറ്റുള്ളവർ 10 ഉണ്ടെങ്കിൽ നമുക്ക് ജാർഖണ്ഡിലേക്ക് ഒന്ന് പോയാൽ വളരെ വേഗം ചില വിശകലനങ്ങൾ. ജിഷ്ണു, ഈ ജാർഖണ്ഡിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്ന 45-34 എന്നതാണ്. നമുക്കറിയേണ്ടത് മുൻ മുഖ്യമന്ത്രി അവിടെ നിന്ന് JMM വിട്ട് BJPയിലേക്ക് എത്തി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ നില എന്താണ്, ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്ന ഈ വിവരങ്ങൾ എന്തെങ്കിലും വിശദമായി അറിയാൻ സാധിച്ചിട്ടുണ്ടോ ജിഷ്ണു? ലീഡ് നില ഉയർത്തുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ചമ്പേ സോറൻ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ചമ്പേ സോറൻ ഉൾപ്പെടെ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. 45 സീറ്റുകളിലാണ് BJPയും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും LJPയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും ഉൾപ്പെടുന്ന BJP NDA സഖ്യം നിലവിൽ ലീഡ് ചെയ്യുന്നത്. അവിടെ സൂചിപ്പിച്ചതുപോലെ കേവല ഭൂരിപക്ഷവും കടന്നുകൊണ്ട് ജാർഖണ്ഡിൽ നിലവിലെ സാഹചര്യത്തിൽ ഭരണത്തിലേക്ക് എത്താനുള്ള സീറ്റുകളിൽ വളരെ കൃത്യമായി BJPയുടെ NDA സഖ്യം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലിനി എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നോക്കിക്കാണേണ്ടത്. JMM, കോൺഗ്രസ്, RJD സഖ്യം, നിലവിൽ അവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം 33 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ 2 സീറ്റുകളിലും, അതായത് വളരെ കൃത്യമായി ഈ 2 മുന്നണികൾ തമ്മിൽ വലിയ മത്സരം ജാർഖണ്ഡിൽ നടക്കുന്നു. അതിൽ കൃത്യമായ മേൽക്കൈ നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ, അതാണ് എടുത്തു പറയേണ്ടത്, 2019-ൽ JMMനൊപ്പം നിന്നിരുന്ന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നത്. അവിടെ ചമ്പേ സോറന്റെ കൂടുമാറ്റം BJP NDA ക്യാമ്പിന് ഗുണം ചെയ്തു എന്നാണ് നിലവിലെ ഫലസൂചനകൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഈ ലീഡ് നിലയിൽ വളരെ കൃത്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ അരമണിക്കൂറിലധികമായി 41 എന്ന കേവല ഭൂരിപക്ഷം മാന്ത്രിക സംഖ്യ കടന്നുകൊണ്ട് 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ BJP വളരെ കൃത്യമായ ഒരു സേഫ് സോണിലേക്ക്, BJP NDA സഖ്യം ഒരു സേഫ് സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ 45 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. BJP അവിടെ മുൻപോട്ട് വെച്ച പ്രചാരണ വിഷയങ്ങൾ വികസനം, ഒപ്പം വളരെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ജാർഖണ്ഡും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ അനുഭവിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം, അവരെ രാഷ്ട്രീയ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നത്. ഒപ്പം BJPക്ക് അവിടെ പ്രതിരോധമായി പ്രതിപക്ഷമൊക്കെ തീർത്തത് ഭൂപരിഷ്കരണ നിയമമാണ്. അവിടെ വനവാസി വിഭാഗത്തിന്റെ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവിടെ പ്രധാനമായും BJPക്ക് മുമ്പിൽ ഒരു തടസ്സമായി വന്നത്. എന്നാൽ അതിനെയൊക്കെ കൃത്യമായ മറുപടി നൽകി മുന്നോട്ട് വെച്ച് മറുപടി നൽകി മുന്നോട്ട് പോകാൻ BJP സഖ്യത്തിന് കഴിഞ്ഞു. ഇതാണ് അവസാന ഫലമെങ്കിൽ വനവാസി വിഭാഗങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുള്ള, അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗമെന്ന് രേഖപ്പെടുത്തുന്ന ആളുകൾ ശക്തമായ സാന്നിധ്യമുള്ള രണ്ടാമതൊരു സംസ്ഥാനം ഛത്തീസ്ഗഡിന് പിന്നാലെ ജാർഖണ്ഡ് കൂടി BJPയുടെ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്ന ഒരു ശ്രദ്ധേയമായ ഒരു സന്ദേശമുണ്ട്. പലപ്പോഴും BJPക്ക് മുമ്പിലേക്ക് വെക്കുന്ന, അല്ലെങ്കിൽ BJPയെ പ്രതിരോധത്തിലാക്കാൻ
മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സവർണ അവർണ വിഷയങ്ങളുണ്ട്. അതിൽ കൃത്യമായ മറുപടിയാണ് പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം പട്ടികപ്പെടുത്തുന്ന വനവാസി വിഭാഗങ്ങൾക്ക് കൃത്യമായ വേരോട്ടമുള്ള മണ്ണിൽ കൃത്യഭൂരിപക്ഷത്തോടുകൂടി വലിയ മേൽക്കൈ നേടിക്കൊണ്ട് BJP അധികാരത്തിലേക്ക് എത്തുന്നു. ഛത്തീസ്ഗഡ് നമുക്ക് മുമ്പിൽ ഒരു ഉദാഹരണമായി ഉണ്ട്. ഇപ്പോൾ ജാർഖണ്ഡിലും കൃത്യമായ ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമാണ് ഉമേഷ്, കൃത്യമായ സന്ദേശമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ വീരവാദവും റെട്ടറിക്കും യാഥാർത്ഥ്യവും പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം അത് അനുഭവത്തിൽ നിന്ന് കാട്ടിക്കൊടുക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ BJP നേതൃത്വത്തിനായി, ഇന്ത്യക്കായി എന്നുള്ളതാണ്. ഇനി കാണേണ്ടിയിരിക്കുന്നത് കേരളത്തിലാണ്. വയനാട്ടിലടക്കം അത് കാണേണ്ടിയിരിക്കുന്നു. പ്രഖ്യാപനം, റോഡ് ഷോ, പൊറോട്ട ഷോ മതിയോ? അതോ യക്കമിട്ട് നിരത്താൻ ഇവർക്ക് എന്ത് ചെയ്തു? സ്മൃതി ഇറാനിജി ഇവിടെ വന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞില്ലേ, നിങ്ങളുടെ MP എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഞാൻ മന്ത്രിയായിരുന്ന ഒട്ടനവധി വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഈ മണ്ഡലത്തിന് പ്രത്യേക താല്പര്യമുള്ള വനിതകളുടെയും പിന്നോക്കക്ഷേമത്തിന്റെയും ആദിവാസി ക്ഷേമത്തിന്റെയും കുട്ടികളുടെയും അടക്കമുള്ള വകുപ്പുകളിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, ഒരു കത്ത് അയച്ചിട്ടില്ല. എന്നിട്ടും പ്രേമം സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞ് വോട്ട് തേടാൻ ഇറങ്ങുന്നവർക്ക് മുന്നിൽ ഉയരുന്ന ഒരു ഉദാഹരണമാണ്, സന്ദേശമാണ്, മെസ്സേജാണ് ഇപ്പോൾ ഉമേഷ് പറഞ്ഞ ജാർഖണ്ഡും. എനിക്ക് തോന്നുന്നു അത്തരമൊരു വിശകലനം ഗൗതമിന് കഴിയുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഈ വിഷയം മുന്നോട്ട് വെച്ചാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ താരതമ്യേന പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ BJP സഖ്യത്തിന് കൃത്യമായ മേൽക്കൈയുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിന് പിറകെ ജാർഖണ്ഡും BJPക്ക് കൃത്യമായ ഒരു മേൽക്കൈ നേടാൻ സാധിക്കുന്നുണ്ട്. അത്തരമൊരു വിശകലനം എനിക്ക് തോന്നുന്നു ഗൗതമിൽ നിന്ന് തേടുന്നത് കുറച്ചുകൂടി നന്നാണ്. ഗൗതം, ഈ ഛത്തീസ്ഗഡിന് പിന്നാലെ ജാർഖണ്ഡിലും ഒരു കൃത്യമായ മേൽക്കൈ നേടാൻ BJP സഖ്യത്തിന് കഴിയുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക്, വനവാസി വിഭാഗങ്ങൾക്ക് കൃത്യമായ വേറിട്ടമുള്ള ഇടങ്ങളിലെല്ലാം ഇറങ്ങിച്ചെല്ലാൻ, അവിടെ കൃത്യമായ സ്വാധീനം ഉറപ്പിക്കാൻ, അവർക്കൊപ്പമാണ് തങ്ങളെന്ന് പറയാൻ, അവർക്ക് വേണ്ടതൊക്കെ നൽകാൻ BJPക്ക് കഴിയുന്നു എന്നതിൻ്റെ ആ ഒരു തലം കൂടി ഇത് ചർച്ചയാക്കണ്ടേ ഗൗതം? അതായത് മുൻകാലഘട്ടങ്ങളിൽ വനവാസി ബെൽറ്റുകളിൽ BJPക്ക്, അതായത് നരേന്ദ്രമോദി ഫാക്ടർ വരുന്നതിന് മുൻപ് വനവാസികൾക്കിടയിൽ രാഷ്ട്രീയമായ ഒരു മേധാവിത്വം BJPക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2014 ശേഷം മോദി യുഗത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണത്. വനവാസി വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ SC/ST വിഭാഗങ്ങൾ, ഇവർക്കിടയിലെല്ലാം വലിയ സ്വാധീന ശക്തിയായി BJP മാറുന്നു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വനവാസി ബെൽറ്റുകളിലും അതോടൊപ്പം തന്നെ ഇതര പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും സംസ്ഥാനങ്ങളിലും BJP വലിയൊരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. പ്രത്യേകിച്ച് ത്രിപുര, നമുക്കറിയാം CPM-ഉമായി BJP ഏറ്റുമുട്ടുന്ന, കേരളം കഴിഞ്ഞാൽ പിന്നീട് CPM-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് ത്രിപുര. ആ ത്രിപുരയിൽ 2018 മാത്രമല്ല 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 23 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു, വനവാസി വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ത്രിപുരയിൽ BJP തുടർച്ചയായ രണ്ടാം തവണയും അവിടെ സർക്കാർ രൂപീകരിച്ചത്. മുൻപത് CPM-ന്റെ കേഡർ വോട്ടുകളായിരുന്നു. ത്രിപുരയിൽ 28% വനവാസി വിഭാഗങ്ങൾ വരുന്നത്. അവരുടെ പിന്തുണയോടുകൂടിയും ഒപ്പം ബംഗാളിൽ നിന്നുള്ള ത്രിപുരയിലേക്ക് എത്തിയവരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ അന്ന് BJP സർക്കാർ രൂപീകരിച്ചതെങ്കിൽ ഇപ്പോൾ ആ വനവാസി വോട്ടുകൾ കൃത്യമായി തന്നെ BJP പാളയത്തിലേക്ക് എത്തുന്നു എന്നത് ത്രിപുരയിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം ഛത്തീസ്ഗഡ് ഈ വനവാസികൾക്കും അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്കും നിർണായക സ്വാധീനമുള്ള സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഛത്തീസ്ഗഡ് ഇപ്പോൾ BJP ഭരിക്കുന്നു. അവിടെ വിഷ്ണുദേവ് സായി, വനവാസി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെ തന്നെയാണ് BJP അവിടെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ജാർഖണ്ഡിലും ഈ സാന്താൽ ബെൽറ്റിലാണ് BJPയുടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാന്താൽ മേഖല എന്ന് പറയുന്നത് വനവാസി വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള ഏതാണ്ട് 28% ജാർഖണ്ഡിലെ വനവാസികൾ വരുന്നത് ഈ സാന്താൽ റീജിയണിലാണ്. അവിടെ വ്യക്തമായ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ BJP പ്രധാനമായും ഉയർത്തിക്കാണിച്ച വിഷയങ്ങളിൽ ഒന്ന് വനവാസി വിഭാഗത്തിന്റെ എണ്ണം ഗണ്യമായി കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് എണ്ണം കുറയുന്നത്, അല്ലെങ്കിൽ വനവാസികളുടെ ഈ ജനസംഖ്യയിൽ ഗണ്യമായ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത് എങ്ങനെ എന്നതിനെ പറ്റിയും BJP വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അത് അനധികൃത മുസ്ലിം കുടിയേറ്റമാണ്. പ്രത്യേകിച്ച് അസോമിലൂടെ, അതായത് ബംഗ്ലാദേശിൽ നിന്നും അസാമിലേക്കും പശ്ചിമ ബംഗാളിലേക്കും കുടിയേറുന്ന മുസ്ലിങ്ങൾ, അനധികൃതമായി കുടിയേറുന്ന മുസ്ലിം സമൂഹം ഇപ്പോൾ ജാർഖണ്ഡിലേക്ക് എത്തുകയാണ്. ജാർഖണ്ഡിലെ ഈ സാന്താൽ വനമേഖലയിലും മറ്റും ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെത്തുകയും അവിടെ ഭൂമി ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന കൃത്യമായി BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തി. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജാർഖണ്ഡിൽ ഉയർത്തിയ മുദ്രാവാക്യം തന്നെ
ബേട്ടി മട്ടി റൊട്ടി എന്നുള്ളതാണ്. അതായത് റൊട്ടി എന്നത് നമുക്കറിയാം ഭക്ഷണമാണ്. അതായത് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ഭക്ഷണം നൽകുവാൻ സർക്കാരിന് സാധിക്കണം. അങ്ങനെയുള്ള റൊട്ടി, അതോടൊപ്പം തന്നെ മട്ടി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് മണ്ണ് എന്നതാണ്. അതായത് മണ്ണ് പിടിച്ചെടുക്കുവാൻ വലിയ തോതിലുള്ള ശ്രമം ഈ അനധികൃത കുടിയേറ്റക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങനെയുള്ള മണ്ണ് ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്ക് മുമ്പിൽ വിട്ടു നൽകില്ല. അതോടൊപ്പം തന്നെ ബേട്ടി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പെൺകുഞ്ഞുങ്ങളുടെ സംരക്ഷണം, അതോടൊപ്പം ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിൽ ധാരാളമായി ഈ മുസ്ലിം തീവ്രവാദികൾ വനവാസി പെൺകുട്ടികളെ വല്ലാതെ ഹിന്ദു ജനസംഖ്യയുടെ കുറവ്, അതൊക്കെ ഹിമന്ത ബിശ്വ ശർമ്മ കൃത്യമായി അവിടെ പറഞ്ഞിരുന്നു, പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഹിന്ദു ജനസംഖ്യയിൽ ജാർഖണ്ഡിൽ ഉണ്ടാകുന്ന കുറവ്, അതിൽ നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ഈ BJP-യും ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമന്ത ബിശ്വ ശർമ്മയും എന്നെന്നും കടപ്പെട്ടിരിക്കേണ്ടത് രാഹുലിനോടാണ്. തീർച്ചയായും ഈ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഒരു നേതാവിനെ നഷ്ടമായ കോൺഗ്രസിന്റെ അത് തിരിച്ചറിയുന്ന ഇപ്പോഴൊക്കെയാണ്. നോക്കൂ, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ സഹപ്രഭാരി അദ്ദേഹമായിരുന്നു. മുഴുവൻ സമയവും ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ക്യാമ്പയിൻ ഒരു പുസ്തകമാവേണ്ടതല്ലേ, ഇത് മാത്രം ഒരു ചരിത്രത്തിന്റെ കുറിപ്പാവേണ്ടതല്ലേ? എങ്ങനെ എത്ര മുഖം തിരിഞ്ഞ് യാഥാർത്ഥ്യത്തോട്, ദേശത്തോട്, ദേശീയതയോട് മുഖം തിരിച്ച് നിന്നതിന്റെ ഒരു സിംബോളിക് ആക്ട് കൂടിയായിരുന്നു ഇദ്ദേഹത്തോട് കാണിച്ച സമീപനവും. അതുകൊണ്ട് രാഷ്ട്രത്തിനും വടക്ക് കിഴക്കൻ പ്രദേശത്തിനും BJP-ക്കും ഉണ്ടായ നേട്ടവും എന്നൊരു ഏട്. ഉമേഷ്, 210, 65, 13 വ്യക്തം. അവിടെ ഏറ്റവും ശ്രദ്ധേയം 49% വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാൻ BJP കഴിഞ്ഞു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തലിൽ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഗൗതം, ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ക്ലിയർ പിക്ചർ കൂടി വരുന്നു. ഉത്തർപ്രദേശിൽ 9 സീറ്റുകളിൽ 8 BJP, ഒരിടത്ത് സമാജ്വാദി പാർട്ടി. അവിടെ ഗൗതം ഒരു ക്ലാരിറ്റി വേണ്ടത്. അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. കോൺഗ്രസും SP-യും ഒക്കെ പരസ്പരം മത്സരിക്കുകയായിരുന്നു. പലതും SP-യുടെ നിർണായകമായ സ്വാധീനമുള്ള മേഖലകളായിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലിപ്പോൾ 8 NDA-ക്ക് BJP-ക്ക് കൃത്യമായ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൗതം, അതിന്റെ വിവരങ്ങൾ വളരെ വേഗം. ഉത്തർപ്രദേശിൽ വ്യക്തമായി യോഗി ആദിത്യനാഥിന്റെ മണ്ണിൽ മറ്റാർക്കും ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടത്താൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഒരിക്കൽ കൂടി UP നൽകുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതൊരു അഭിമാന പ്രശ്നമായി അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതായത് BJP-യുടെ മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത്. പക്ഷേ 2014-ലെയും 2019-ലെയും മേധാവിത്വം BJP-ക്ക് ലഭിച്ചില്ല. അതിന്റെ പേരിൽ പലരും യോഗി ആദിത്യനാഥിനെ വിമർശിക്കുവാനൊരു ശ്രമമൊക്കെ BJP-ക്ക് അകത്ത് തന്നെ നടന്നിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയുടെയൊക്കെ നേതൃത്വത്തിലാണ് അത്തരം ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് തന്നെ യോഗി ആദിത്യനാഥ് ഈ ഉപതെരഞ്ഞെടുപ്പ് തന്റെ പ്രസ്റ്റീജ് വിഷയമായി ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച യോഗി ഈ 9 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പലതും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 4 സീറ്റുകൾ SP-യുടെ സിറ്റിംഗ് സീറ്റുകളുമായിരുന്നു. 4 BJP-യുടെ സിറ്റിംഗ് സീറ്റാണ്, 4 സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെയുള്ള ഈ 9 സീറ്റുകളിലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതല താൻ തന്നെ വഹിച്ചോളാം എന്ന് തിരക്കുകളുള്ള മുഖ്യമന്ത്രി പദം വഹിക്കുന്ന യോഗി ആദിത്യനാഥ്, അതായത് തന്റെ ഒരു പ്രസ്റ്റീജ് വിഷയമായി അദ്ദേഹം ഇത് ഏറ്റെടുത്തതാണ്. അങ്ങനെയുള്ള ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിർണായക ശക്തിയായി BJP അവിടെ വന്നിരിക്കുന്നു എന്നതാണ്. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ BJP-യുടെ പടയോട്ടമാണ്. 9-ൽ 8 BJP ലീഡ് ചെയ്തു. 1 സീറ്റിൽ മാത്രമാണ് SP-ക്ക് ലീഡുള്ളത്. ഒപ്പം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചത്, അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നില്ല. അതായത് സീറ്റ് ധാരണയിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായി. കോൺഗ്രസ് ഏതാണ്ട് 4 സീറ്റുകൾ ചോദിച്ചിരുന്നു. ഈ 9 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 4 സീറ്റിനടുത്ത് മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണ്, തങ്ങൾക്ക് സീറ്റുകൾ വിട്ടു നൽകണം എന്ന് ഇന്ത്യ മുന്നണിക്കകത്ത് ചർച്ചയിൽ കോൺഗ്രസ് പറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ വാക്ക് കേൾക്കാതെ തന്നെ, അതായത് കോൺഗ്രസ് എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാൻ അഖിലേഷ് യാദവ് തയ്യാറായില്ല. കോൺഗ്രസ് അവിടെ ചർച്ചയൊക്കെ നടത്തുമ്പോൾ തന്നെ അഖിലേഷ് യാദവ് സ്വന്തമായിട്ട് സീറ്റ് പ്രഖ്യാപിച്ചു. അതാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത്. അതായത് കോൺഗ്രസിനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന കൃത്യമായ സന്ദേശം അഖിലേഷ് യാദവ് ഒരിക്കൽ കൂടി നൽകുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റിൽ സമാജ്വാദി പാർട്ടി ജയിച്ചപ്പോൾ കോൺഗ്രസ് ജയിച്ചത് കേവലം 6 സീറ്റിൽ മാത്രമാണ്. അതിനാൽ സഖ്യകക്ഷികളെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അടുത്ത കാലത്ത് ലോക്സഭയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ SP-ക്ക് തീർച്ചയായും UP-ൽ ഇത് കോൺഗ്രസ് എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കണം.